ഗായ്സ്, അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ RTOയിൽ എത്തിയിട്ടുണ്ട്. ഷർമുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു മാസ്കും ഒരു പെന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ RTO കുറച്ച് ഹൈടെക്കാണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല അല്ലേ, കുറച്ചൊക്കെ നേരത്തെ എത്തിക്കണം. ഓക്കെ ഗായ്സ്, എന്തായാലും കിട്ടിയെന്ന് തന്നെ പറയും, പൊട്ടിയെന്ന് തന്നെ പറയും. ഉറപ്പാണ്. വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. എനിക്കെന്താ ക്ഷമ തോന്നുന്നത്? കോൺഫിഡൻസേ ഇതുവരെയുള്ള കോൺഫിഡൻസ് വെച്ച് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല ഗായ്സ്, പൊട്ടിയാൽ 2.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും. എന്തായാലും എല്ലാതും നല്ല രീതിയിലാവട്ടെ. നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കൊണ്ടു. അതാ വല്ല പ്രാർത്ഥന കേൾക്കുമ്പോഴത്തേനും അതിൻ്റെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഗായ്സ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ 8 നടക്കുന്നത്, അവിടെയാണ് നമ്മൾ H നടക്കുന്നത്. എന്നാണ് വിശ്വാസം. 2 Hഉം ഒരു 8ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇവിടെ, പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് ആയിട്ടും. എന്തായാലും ഞങ്ങൾ RTOനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലേ. ഗായ്സ്, അങ്ങനെ നമ്മൾ Hഉം 8ഉം പാസ്സായിട്ടുണ്ട്. എന്താ ക്ഷമ പറയാനുള്ളത്? അതെ, ഇനി റോഡ് ടെസ്റ്റും കൂടെ പാസ്സാവണം. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ റിസൾട്ടും കൂടെ വന്നിട്ട് എന്താന്ന് പറയാം. കിട്ടി പോയാൽ പോയില്ലേ. രണ്ടും ഒരേ മൈൻഡ് സെറ്റോട് കൂടി എടുക്കും ഞങ്ങൾ. ഗായ്സ്, അങ്ങനെ ഞാൻ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നടു റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ, ബാക്കിലൊക്കെ കുറേ ആൾക്കാരുണ്ടെന്ന്. പിന്നെ എന്താ വെച്ചാൽ വേറിനോടത്ത് വെച്ച് കാണാം. ഓക്കെ, എനിക്കറിയില്ല ഗൈസ്, എനിക്ക് ടെൻഷൻ അടിച്ചിട്ടേ ഭയങ്കര എന്തോ പോലെ. ഞാൻ ഇടാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ തന്നെ കിടക്കിടാനങ്ങനെ വറക്കുക. അത് ഇങ്ങോട്ട് എന്താ മറ്റേ ക്ലച്ചുമെന്നൊക്കെ ഇങ്ങനെ കാലെടുക്കണേ വറച്ചിട്ടേ ഒരുമാതിരി ആയിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് അത് പാസ്സായി കിട്ടി. ഇനി റോഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. എന്തായാലും ഫസ്റ്റ് 2 വീലറാണ് തോന്നുന്നുണ്ട് മൂപ്പര് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻസൊക്കെ വയ്യെ കാണിച്ചു തരാം. ഷർമ അവിടെയാണ് കേട്ടോ, നമ്മളെ RTO ഓഫീസിലാണ് നിൽക്കുന്ന. സംഭവം ഓള് ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് ഇവരെ മുന്നിൽ വന്ന് പെട്ടാൽ പണി പാളുന്ന് കരുതിങ്ങാണ്ട് ഓള് പോന്നിട്ടില്ല. ഓൾ അവിടെ നിൽക്കുന്നുണ്ട്, ഇന്നെ വെയിറ്റ് ചെയ്തുങ്ങാണ്ട്. എന്തായാലും ഇതിപ്പോൾ കയ്യൊന്ന് കരുതാം. ഓക്കെ, എന്തായാലും ഗായ്സ് കാണിച്ചു തരാം. ഗായ്സ്, ആഹ്ലാദിപ്പിന് നമുക്ക് എന്താ പറയാ, ലൈസൻസ് കിട്ടി. Hഉം കിട്ടി, റോഡ് ടെസ്റ്റും കിട്ടി, 8ഉം കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഓക്കെ, എന്തായാലും സന്തോഷവാനാണെങ്കിൽ എന്താ പറയാനുള്ളത് ക്ഷമ? ഇതിനെ കുറിച്ച് എന്താ പറയാല്ലേ? പുച്ഛം മാത്രം, എപ്പോഴും പുച്ഛം. ഇനി വെല്ലസം കടന്നങ്ങാണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഫുഡ് എടുക്കട്ടെ ഞങ്ങള്. ക്ഷമ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. CTB നമുക്ക് എന്ത് വാങ്ങിച്ചു തരും? ഞാൻ പോകുമ്പോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു ടീഷർട്ട് ഗൈസ്. നോക്ക് എങ്ങനെയാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആയ. കണ്ടോ, സ്വപ്നം മാത്രം. അതെ, ഇല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ. ഞാനെന്നേ മെയിനായിട്ട് വരുന്ന എന്താ അറിയോ, എന്റെ വല്ല ഷർട്ടും കിട്ടിയാല്. അത് കിട്ടൂല മോളെ, ഇന്റെ ഷർട്ട് എനിക്ക് നടക്കാന്നുണ്ടെങ്കിൽ കിട്ടൂല ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഷോപ്പിക്ക് പോവാണ്. ഷോപ്പിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് ഷോപ്പിക്കൻ്റെ ഉള്ളല്ല കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ചാവി എടുക്കാം. ഷമീറ്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ നിലമ്പൂരിലെ ഷോപ്പിക. കാണിച്ചു കൊടുക്കും ക്ഷമ. തണുപ്പ്. ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഫസ്റ്റോ ഞങ്ങൾ സെക്കൻഡ് ആക്കാം. കൊയങ്ങില്ലേ, കൊയങ്ങി ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആയിരുന്ന പോലെ ഉണ്ടാവും. ഫുഡ് കഴിച്ചിട്ടാ
കിട്ടൂല കയ്യെന്നാ നീക്ക് കിട്ടൂല. അത് വെട്ടി അടിച്ചോണ്ടി. എന്ത് ഗൈസ് ഷർമിന്റെ ലുക്ക് നോക്കി. ഇതൊക്കെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ കൊടുക്കുന്നതാണ്. ഇതൊന്ന് വെറും 4 സെലക്ട് ചെയ്യും. ഓ എന്തൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഒരു എന്താ ഇപ്പോൾ ചുമപ്പ്, ഒരു വൈറ്റ്, ഒരു ബ്ലൂ, ഒരു ഗ്രീന്. അത് മതി, താൽക്കാലികം ഇല്ലത് മതി. പിന്നെ മഞ്ഞ കൊള്ളണില്ലേ, ഇതെന്താ ജെയ്സിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും ഇത് 4 സെലക്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതിന് CTB ഇതാ 300 രൂപ. ഓ എജാതി ട്രൂ ഫ്രണ്ട്ഷിപ്പ് അയച്ചു തന്നിക്കണം. ഇത് തരൂല കേട്ടോ, കൊടുക്കണ്ട. ഡിസംബർ 16 കയറുണ്ട്. അല്ല മെയിനാ വേണ്ട. ക്ഷമ വേണോ? CTB മേടിച്ചു കൊടുത്താ പൈസക്കാരൊക്കെ മേടിച്ചു കൊടുക്കാം, നമ്മളൊക്കെ പാവങ്ങള്. എത്ര റേറ്റ്? എത്ര? 1285 ഉള്ളൂ. എടുത്തോ. നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്, നല്ല വെറുത്താവും. നമ്മളെ എവിടെ അല്ലേ ഷോപ്പിക്ക? നിലമ്പൂരില്ല ഷോപ്പിക്കിന്. നല്ല വീതിയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ, ടീഷർട്സ്. ഗൈസ് ഇവിടെ മറ്റേ എന്താ ഹാൻഡ് വർക്കോ ആ സംഭവം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെയിൻറ് ചെയ്യാം. ഓണാക്കി തന്നാ ഗൈസ് പേയ്മെന്റ് 3968. ഗൈസ് നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട്. പോവല്ലേ? പിന്നെ ഞാൻ കാണിച്ചെടുത്ത് എന്നാ. ഓക്കെ പോവാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നമ്മളെ ഷോപ്പിന്റെ ഫുൾ വ്യൂ അടിപൊളി സംഭവമാണ്. ഓക്കെ ശരി, പെട്ടെന്ന് കഴിഞ്ഞുല്ലേ? യെസ്. അതിന് സാധനം എടുക്കാൻ കുറച്ചുള്ളൂ, അതാണ്. ഒന്നാമത് ഞാൻ കുറച്ചെടുത്തേക്കണേ. ആ ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പൊ ഇനി എന്താ കാണാ? ബാംഗ്ലൂരിൽ വന്നിട്ട് ആണോ? ശരിക്കോ? സങ്കടമൊന്നുമില്ല. സങ്കടം ഉണ്ടാവില്ല, വെറും പുച്ഛം മാത്രല്ലേ. ണ്ടോ ഓരോന്ന്. അപ്പൊ ഓക്കെ ഗൈസ്, എന്താ അപ്പൊ ഗൈസ് CTB പോവാണ്. അതിന്റെ ബാഗാ. അപ്പൊ ഇനി ഓളെ നമ്മൾ കോഴിക്കോടിക്കാണ് ഓള് പോണത്. അപ്പൊ ഓളെ ഇവിടെ നിലമ്പൂർക്ക് ആക്കി കൊടുക്കല്ല. ഈ ഇതിൽ നിന്നാ പോലെ ജംഗ്ഷന്റെ ഇവിടെ CTB. അപ്പൊ ഓക്കെ ബൈ. എടുക്ക് വീഡിയോ എടുക്കണേ. എടി യാത്ര പറയുന്ന വീഡിയോ എടുക്കോളെ. തല കാണിച്ചാൽ തന്നാ മതി. അപ്പൊ ഗൈസ് ഞങ്ങള് യാത്ര പറയുകയാണ്, വിട പറയുകയാണ്. വന്നിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. നോക്കട്ടെ, മാക്സിമം നോക്കും. ഓളക്കാൻ്റെ തനി കല്യാണമാണ്, അപ്പൊ അതിന് വരാൻ പറ്റിയ ചോദിക്കുന്നുണ്ട്. നമ്മള് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുമല്ലോ കല്യാണത്തിനൊക്കെ. പറ്റുകയാണെങ്കിൽ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ. ഓക്കെ ഗൈസ് ഞങ്ങൾ ഇനി ഇവിടെ പോവാം. വണ്ടൂരിൽ കൂടെ അങ്ങനെ പോകണം. എന്താ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാണ്ടല്ലേ, അതും കൂടെ വാങ്ങിച്ചാണ്ട് നമ്മൾ വീട്ടിലെത്തും. പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മളെ പാക്കിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ടീംസ് എല്ലാവരും എത്തും. നൈറ്റ് ആകുമ്പോഴത്തേനോ അല്ലാണ് പാക്ക് ചെയ്യണം. അൻസാരിയും മുടയും ജംസൊക്കെ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പം അത് വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം എന്തായാലും ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടിട്ടില്ലെങ്കിൽ എനിക്കറിയാം. എനിക്കറിയില്ല കേട്ടോ. ഇവിടുന്ന് ഇല്ലെന്നല്ല എനിക്കറിയില്ല. നമ്മൾ ഏതിലെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കൂറ്റമ്പാറ കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളെ ഹനാൻഷാൻ്റെ അല്ലേ ബ്ലോഗർ, വണ്ടി വർത്താനം പറഞ്ഞാണ്ടേ മൂട്ടിൽ ചെന്നാ കുത്ത്. നമ്മളെ സിംഗർ ഹനാൻഷാൻ്റെ
വീട് എത്തിയിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് കാണിച്ചു തരാം, അത്ര ഉള്ളൂ. ഓക്കെ, അവിടെ എത്തുമ്പോൾ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഹനാൻഷാൻ്റെ വീട് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. അതാണ് ഹനാൻഷാൻ്റെ വീട് ഗൈസ്. കണ്ടോ, അതാണ് ഹനാൻഷാൻ്റെ വീട്. ആൾക്കാരൊക്കെ ഉണ്ട്. ക്യാമറ ഇവിടെ ആൾക്കാരുണ്ട് നാട്ടിൽ. സ്റ്റീലല്ല, അത് ഇതാണ് സ്റ്റീലിന്റെ പ്രതിമയാണ്. നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റീലിന്റെ സ്റ്റീലിനെ കാണിച്ചു കൊടുക്കും. സ്റ്റീല് സൂം ചെയ്യും. ഇതാണ് നമ്മളെ ഹനാൻഷാന്റെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂള്. കാണിച്ചു കൊടുക്കും. കൂറ്റമ്പാറ മെമ്മോറിയൽ. വായിച്ചു. കൂറ്റമ്പാറ മെമ്മോറിയൽ അല്ല, അത് ബാക്കി വായിച്ചിട്ടില്ല. കൂറ്റമ്പാറ സ്ഥലത്താണ്. അതിമ വേറെന്തോ എഴുതി വെച്ചിട്ട്. അല്ല അല്ല, എന്തായാലും ഹനാൻഷാന്റെ അമ്മ ശ്രദ്ധ വർക്ക് ചെയ്യണ ഇതാണ് സ്കൂള്. ഗൈസ്, ഇന്ന് നമ്മൾ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ടയേർഡായി. ഇനി ജംസും മുടിയും പഞ്ചസാരി എല്ലാവരും വേറുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും അങ്ങനെയല്ല, ബായ് ബായ്. അടുത്ത പാക്കിംഗ് വീഡിയോ കേട്ടോ. നമ്മളെ ഡ്രസ്സൊക്കെ കൂടെ വെച്ച് കിട്ടുന്നുണ്ട്. അതൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ വരും. അപ്പോൾ ഒരു ബായ് കൊടുക്കും. ബൈ.